നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കോലിഞ്ചി കൃഷിയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് 3-ാം വർഷമായ കോലിഞ്ചിയാണ് ഈ കിടക്കുന്നത്. ഇത് കിളയ്ക്കുന്നത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ കോലിഞ്ചി കിളയ്ക്കാറ് പതിവ്. ഇത് എത്ര കണ്ണ് വീതം നടുവെന്നൊന്ന് പറയാമോ? 6-7 കണ്ണുകൾ നടും. 7 കണ്ണായെങ്കിലും കുറഞ്ഞത് നടണം. ഇപ്പൊ ഇതിന്റെ ചുവട്ടിൽ 7 കണ്ണ് വീതം നട്ടിട്ടുണ്ടോ? ഇതിപ്പോ 3-ാം വർഷമല്ലേ, 7 കണ്ണായിരുന്നു നട്ടത്. ഇതിപ്പം എത്ര കാഞ്ചി ഉണ്ട്? ഒത്തിരി ഉണ്ടല്ലോ. കുറെ ഏറെ കാഞ്ചിയുണ്ട് ഇതിന്. ഇതിന്റെ ചുവട്ടില് ഇന്ന് വരുന്ന മൂടിന് പറയുന്നത് കാഞ്ചി എന്നാണ് പറയുന്നത്. ഓരോ മൂടും ചെറിയ ചെറിയ പുതിയ കോലിഞ്ചി പൊട്ടുന്നതിന് പറയുന്ന പേരാണ് കാഞ്ചി. ഇത് ഈ കോലിഞ്ചിയാണ് എക്സ്പോർട്ട് ചെയ്യുകയാണ് അല്ലേ, വിദേശത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. മരുന്നുകൾക്കും മസാലകൾക്കും ഉപയോഗിക്കുന്നുണ്ട്. മസാലയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ചായ അരത്തി കുടിക്കാൻ അതിന്റെ ഇത് ചായക്ക് നല്ലതാണ്. ഞാൻ ചായക്ക് ഇട്ടിട്ടുണ്ട്, നല്ലതാണ്, വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ചൂടുവെള്ളം അരത്തി കുടിക്കാനും നല്ലതാണ്. ഇത് തായ്ലൻഡിലുള്ള മനുഷ്യരും മണിപ്പൂരിലുള്ള മനുഷ്യരും ഇത് മസാലയ്ക്ക് വേണ്ടി ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലും ഇത് മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉണങ്ങി 10 ദിവസം വേണം ഉണങ്ങാനല്ലേ? ഇതിൻ്റെ കിഴങ്ങ് ചുവട്ടിൽ ഈ കട്ടിയുള്ള കിഴങ്ങുകൾ കിട്ടും. അത് വേരോടുകൂടി ഒരുപാട് വേരുകളുണ്ട്. ആ വേരുകളെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ട് 10 ദിവസം വേണം ഇതിൻ്റെ കിഴങ്ങ് ഉണങ്ങാൻ. അത് വെയിലത്തിട്ട് നന്നായി ഉണങ്ങി പകുതി ഉണക്കാകുമ്പോൾ അതിനെ വെട്ടിമുറിച്ച് ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നല്ലതായിട്ട് തല്ലും. ഈ ഓലയുടെ മടൽ വെട്ടിക്കൊണ്ട് വന്ന് അത് വെച്ച് നന്നായി ശക്തിയോടെ തല്ലി അതിൻ്റെ പുറം തൊലി കളയുമ്പോൾ നല്ല ചുമന്ന കളറാകും ഈ കോലിഞ്ചിക്ക്. അതിനുശേഷം കാറ്റ് കയറാത്ത ചാക്കിൽ മൂടിക്കെട്ടി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം, ഗോഡൗണൊക്കെ ഉള്ളവർക്ക്. അല്ല എങ്കിൽ നമുക്ക് ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ ഇതിൻ്റെ കോലിഞ്ചി എടുക്കുന്ന വ്യാപാരിയുണ്ട്, ഹോൾസെയിൽ വ്യാപാരി. അയാളുടെ അരികിലേക്ക് കോലിഞ്ചികൾ അകലേന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഈ കേരളത്തിലെ ഒരു 1-ാം കിട വ്യാപാരിയാണ്. അദ്ദേഹത്തിനറിയാം എന്തൊക്കെ വില കിട്ടുമെന്നും ഒക്കെ. നമുക്ക് ഇത് കോലിഞ്ചിയുടെ വില പ്രത്യേകിച്ച് ഒന്നും അറിയാൻ പറ്റില്ല. ഒരിക്കലും ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കോലിഞ്ചി പിന്നെ വലിയ ടിപ്പർ പോലുള്ള വലിയ ലോറിയിൽ കയറ്റുന്നതായിട്ടുള്ളൊരു ഷോർട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വ്യാപാരിയാണ് ആ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നതാണെന്ന് ഞാൻ കാണിച്ചിരുന്നത്. അദ്ദേഹത്തിനറിയാം ഇതിൻ്റെ യഥാർത്ഥ വില എന്താണെന്ന്. ഇതിന് നമ്മൾക്ക് കിട്ടുന്നത് 11 കിലോയ്ക്കാണ് 1500 രൂപയൊക്കെ കിട്ടുന്നത്. 11 കിലോയ്ക്ക് 1500, ഉണങ്ങി 11 കിലോയ്ക്കാണ് 1500 രൂപ വരെ കിട്ടുക പതിവുണ്ട്. ഇതിന് 1500 രൂപയൊന്നും അല്ല വിലയുള്ളത്. ഉണ്ട് കോലിഞ്ചി പൂവുമായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ? ഒരു ഭാഗത്തെ കൊടിയും മറുഭാഗത്തെ കോലിഞ്ചിയുമാണ് ഇട്ടിരിക്കുന്നത്. ഒരു കരയിലാണ് ഈ കാണുന്നത്, മറുകരയിൽ റബ്ബർ ഇട്ട് കൃഷി ചെയ്യുന്നുണ്ട്. റബ്ബർ വെട്ടാറായ മരം, വെട്ടിക്കൊണ്ടിരിക്കുന്ന മരം കിടപ്പുണ്ട്. അതുപോലെ തന്നെ ചേച്ചി ഞാൻ കണ്ടു, ഒരു യൂട്യൂബിൽ കണ്ടു, ഈ അറബികളുടെയൊക്കെ ശവസംസ്കാരത്തിന് അവർ ആ കുഴിയിൽ ഈ കോലിഞ്ചി കഷ്ണങ്ങൾ ഇട്ട് നിരത്തുമെന്ന്, സുഗന്ധദ്രവ്യത്തിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെയും ഞാൻ കണ്ടല്ല, ഞാനൊരു യൂട്യൂബിൽ ഒരിടത്ത് ഞാൻ ഇത് കേട്ടു. അങ്ങനെ പല ഗുണങ്ങളുള്ളതാണ് ഈ കോലിഞ്ചി.
ഇതേ ഈ കോലിഞ്ചിയുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ കോലിഞ്ചിയുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇവിടെ നന്നായി മഴ പെയ്യുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കോലിഞ്ചിയുടെ പൂവ് കണ്ടോ? നല്ല മണമാണ് ഈ പൂവിന്.